ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ മുടക്കമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാഴ്ചയിലത്തേക്ക് ഓടാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ജോലി 4 ദിവസവും വരുന്നുണ്ട്. ഒരു 7 ദിവസത്തെ ഓട്ടത്തിനുള്ള കാര്യങ്ങളാണ് ഈ ബാഗിൽ മൊത്തത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്, എത്ര രൂപ മൊത്തത്തിൽ പൊട്ടി, അതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാനും പറയാനും പോകുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയും കൂടി വേണ്ടി വരും എന്നും കൂടി പറഞ്ഞേക്കാം. ആദ്യം തന്നെ പറയാം, അരി മേടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ മട്ടരി മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 10 കിലോൻ്റെ ചാക്കിന് 90 സ്ലോട്ടിയും 5 കിലോൻ്റെ ചാക്കിന് 45 സ്ലോട്ടിയും, അത് ഓരോ കടയനുസരിച്ച് മാറുകയും ചെയ്യും. ഇനി നമ്മൾ മേടിച്ച സാധനങ്ങളിലേക്ക് വരാം. അതേപോലെ തന്നെ മല്ലിയില ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ മേടിക്കുകയാണെങ്കിൽ 5 സ്ലോട്ടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ സാധനപ്പൊടികളൊക്കെ 100 ഗ്രാമിൻ്റെ പാക്കറ്റിന് 7 സ്ലോട്ടി. ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം. ഓക്കെ, ഇനി മേടിച്ച സാധനങ്ങളുടെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഞാനിങ്ങനത്തെ ബണ്ണിൻ്റെ 3 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇതിൽ നിന്നൊരു 3 വെച്ച് കഴിക്കാം എന്നൊരു പ്ലാനിൽ മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റിന് എത്ര സ്ലോട്ടിയാണ്? 9 സ്ലോട്ടി. ഒരു പാക്കറ്റിന് 9 സ്ലോട്ടി വെച്ച് 9 3 27. ഇങ്ങനത്തെ ഒരു ഡപ്പ മേടിച്ചു. എൻ്റെ ഉണ്ടായ ഡപ്പ ഒരു കൂട്ടുകാരൻ ഇപ്പം തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പിന്നെ അത് ആ ജില്ലയിലേക്ക്, തിരിച്ച് ഈ ജില്ലയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് ഒരെണ്ണം മേടിച്ചു. എനിക്ക് എന്തെങ്കിലും പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ്. അതിന് 3 സ്ലോട്ടി. ഇതിൽ വലിപ്പം കൂടുന്ന ഡപ്പയ്ക്ക് 7 സ്ലോട്ടിയാണ്. ഇതേ ബണ്ണിൻ്റെ തന്നെ ഇച്ചിരി കൂടി വലിപ്പമുള്ള പാക്കറ്റ് 11 സ്ലോട്ടി. പോർക്ക് മേടിച്ചു, കിലോയ്ക്ക് 7.99 സ്ലോട്ടി. ഇത് ഓഫറിൽ മേടിച്ചതാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 14 സ്ലോട്ടി. പിന്നെ തൈര് മേടിച്ചു, യോഗേർട്ട്, ഇതിന് 7 സ്ലോട്ടി. 1 കിലോ. ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട്, അത് ഞാൻ മേടിക്കാറ്, പക്ഷെ അത് ഉണ്ടായിരുന്നില്ലെന്ന്. ഇതിന് 7 സ്ലോട്ടി, ഇതും നല്ലതാണ്. പിന്നെ കഫീറല്ലല്ലോ, ഇത് കെച്ചപ്പ് മേടിച്ചു. കെച്ചപ്പിന് 9 സ്ലോട്ടി. ഈ പോർക്ക് മേടിച്ച് ബിദ്രോങ്കയിൽ നിന്നാണ്. ബാക്കി കുറേ സാധനങ്ങളൊക്കെ ഔഷനിയിൽ നിന്നാണ്. പിന്നെ ബീൻസ് ഫ്രോസൺ 2 പാക്കറ്റ് മേടിച്ചു. ഒരു പാക്കറ്റിന് 3.99 സ്ലോട്ടി. അങ്ങനെ 2 പാക്കറ്റ് മേടിച്ചു. പിന്നെ എന്തൊക്കെ മേടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്ക ചാള മേടിച്ചു. ഇത് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കും എൻ്റെ മോനെ. 150 ഗ്രാം 3.5 സ്ലോട്ടി, അത് ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ 3ാമത്തെ പാക്കറ്റ് ബീൻസ് അല്ലല്ലോ, സോറി, ഈ ബണ്ണിൻ്റെ മറ്റേ മധുരമുള്ള ടൈപ്പ് ബണ്ണില്ല, ആ സാധനം. പിന്നെ ഈ കൂട്ടത്തിലില്ലാത്തത് സവോള ഇല്ല. സവോളയ്ക്ക് ഒരു മോറോർലെസ് ഒരു 4 സ്ലോട്ടിലാണ് നിൽക്കാറ്. തക്കാളി വിൻ്റർ ടൈമിലാണെങ്കിൽ ഒരു 7 സ്ലോട്ടി 8 സ്ലോട്ടി. ഇതേ സാധനം സമ്മറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 3 4 5 ആ റേഞ്ചിൽ നിൽക്കും. പിന്നെ ഇത് പച്ചക്കറിയാണ്. ഉരുളൻകിഴങ്ങാണെങ്കിൽ 3 മുതൽ 4 അല്ല 2 മുതൽ 4 വരെ പ്രൈസ് ഇങ്ങനെ മാറി തിരിഞ്ഞ് നിൽക്കും. തക്കാളി ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. തക്കാളി ഞാൻ പറഞ്ഞു. പിന്നെ ഏതാ വേണ്ടേ? കോഴിമുട്ട ആണെങ്കിൽ ഒരു 8 തൊട്ട് 11 വരെ 10 മുട്ടയുടെ എണ്ണത്തിൻ്റെ റേറ്റാണ് പറഞ്ഞത്. പിന്നെ ജ്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരെണ്ണം ഞാൻ മേടിച്ചു. ഈ ജ്യൂസിന് ബിദ്രോങ്കയിൽ 5 സ്ലോട്ടിയാണ്. ഇതേ സാധനം ഔഷനിൽ 3.5 സ്ലോട്ടിയാണ്. അപ്പോൾ ഔഷനിൽ നിന്ന് ഞാൻ മേടിച്ചു. പിന്നെ ഇതല്ലാണ്ട് മറ്റേ കാർബണേറ്റഡൊക്കെയാണ് 2 ലിറ്ററിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു 7-8 സ്ലോട്ടി വെച്ച് കിട്ടി തുടങ്ങും. പിന്നെ ഓരോ കടയിലും റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഞാനൊരു ജനറലായിട്ടുള്ള ഒരു റേറ്റ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നാരങ്ങ നീര് മേടിച്ചു. എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം, എല്ലാ കറിയിലും ഞാൻ ഒഴിക്കും. ഇതിന് 3.5 സ്ലോട്ടി. പിന്നെ പാത്രം ഉരച്ച് കഴുകുന്ന സ്ക്രബ് മേടിച്ചു. ഇതിന് 3 സ്ലോട്ടി. പിന്നെ ഒരു സിറപ്പ് മേടിച്ചു ലെമണിൻ്റെ, ഇതിന് 7 സ്ലോട്ടി. പിന്നെ ഇതിന് 3.5 സ്ലോട്ടി. അത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഏതൊക്കെ മേടിക്കും? ചിക്കൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞേക്കാം. ചിക്കൻ ഇപ്പോൾ പല പാർട്സിനും പല റേറ്റാണ്. ഏറ്റവും റേറ്റ് കൂടുതലുള്ളത് ബ്രസ്റ്റിനാണ്, ഒരു 20 വരും. ചില സമയത്ത് ഓഫറിന് 12 വരും. ഇപ്പോൾ കൈ കാല് അതിനൊക്കെ ഒരു 7 8 10 വരെയൊക്കെ മാക്സിമം വരുള്ളൂ. പിന്നെ ഓഫറുള്ള സമയത്ത് 7 5 4.99 അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഓഫറൊക്കെ നോക്കി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി കഴിച്ച് മേടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾക്ക് ഞാൻ പൊട്ടിച്ചേക്കുന്നത് ഔഷനിൽ 77 സ്ലോട്ടിയും ബിദ്രോങ്കയിൽ 21 സ്ലോട്ടിയാണ്. ഇത്രയും സാധനങ്ങൾക്ക് ഞാൻ പൊട്ടിച്ചേക്കുന്നത്. അതുകൂടാതെ ഞാൻ ഇപ്പോൾ ഫുട്ബോൾ കളി തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ പോയൊരു ബൂട്ടും കൂടി മേടിച്ചു. ഇത് ഞാൻ മേടിച്ചാൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഒരു നൈക്കി ചേട്ടൻ്റെ ഒരു ബൂട്ട് മേടിച്ചിട്ടുണ്ട്, കറുപ്പ്. അയ്യോ, ഇത് ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇതിലും വില കൂടുതൽ. അപ്പോൾ നമ്മളൊരു കട കണ്ടുപിടിച്ച് അവിടെ പോയി മേടിച്ചു. ഇതിൻ്റെ വില ഞാൻ പറയണില്ല. ബാക്കി എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ വില മേടിക്കാൻ? പിന്നെ മദ്യപാനം ചെയ്യുന്നവർക്കാണെങ്കിൽ ആ വൈൻ കുപ്പി ഞാൻ മേടിച്ചത് 22 സ്ലോട്ടിക്കാണ്. പക്ഷേ ഈ അതിലും കൂടിയത് ഉള്ള വോഡ്ക അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പല റേറ്റുകളുടെ ആയിരിക്കും. എന്നാലും ഒരു 1/2 ലിറ്ററിൻ്റെനൊക്കെ ഒരു 30 വെച്ചുകൊണ്ട് കൂട്ടി തുടങ്ങിക്കോ ഏറ്റവും കൂറ സാധനത്തിന് കേട്ടോ. അത് ചില സ്ഥലത്ത് നല്ല ഓഫറിനൊക്കെ വരും. ഇപ്പോൾ കൗഫ്ലൻഡിൽ ഞാൻ പോയപ്പോൾ അവിടെ ആൽക്കഹോളിനൊക്കെ നല്ല പ്രൈസ് കുറവായിരുന്നു. അങ്ങനെ ഓഫറൊക്കെ നോക്കി മേടിക്കുക. അങ്ങനെയാണെങ്കിൽ മന്ത്ലി എക്സ്പെൻസ് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് പിടിച്ച് കുറച്ചൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അയ്യോ, വയ്യണ്ടായി.
അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ ഐസ്ക്രീമിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഒരു 3 സ്ലോട്ടി തൊട്ടങ്ങോട്ട് കിട്ടും. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറെ ആർഭാടമായിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ല. നോക്കിയും കണ്ടും ചിലവാക്കിയാൽ മാസാവസാനം വരെ പോക്കറ്റിൽ കാശ് ഉണ്ടാവും. അല്ലെങ്കിൽ മാസാവസാനം ആകുമ്പോഴേക്കും തെണ്ടും കാശ് റോൾ ചെയ്യേണ്ടി വരും, പല പല പരിപാടികൾ ചെയ്യേണ്ടി വരും. പിന്നെ പുകവലി, മദ്യപാനം മുതലായ ഒരു സാധനങ്ങളും ഞാൻ സപ്പോർട്ടോ പ്രൊമോട്ടോ ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുടിച്ച് നശിക്കാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അധികമായാൽ അമൃതും വശം. അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഉപസംഹരിക്കുന്നു. ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. സംഭവമൊക്കെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. എന്തിനെങ്കിലും ഞാൻ ഈ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ പറയണം, അല്ലെങ്കിൽ എത്രയൊക്കെയാണ് ചിലവ് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, സെറ്റ് ചെയ്യാം. അപ്പോൾ ശുഭദിനം.